9:29 എന്താ പറയുന്നത്? ഒന്ന് പറഞ്ഞോളൂ. ഒന്ന് പറഞ്ഞോ. അല്ല പറഞ്ഞോളൂ. എന്താ പറയൂ? നിങ്ങൾ പറഞ്ഞത് ഉസ്താദല്ലേ? 9:29 എന്താ പറയുന്നത് പറയും. പറഞ്ഞോളൂ, താങ്കൾ പറയൂ. ഖുറാനിൽ എന്താ 9:29 പറയുന്നത്? ബഹുദൈവ വിശ്വാസികളെ എന്ത് ചെയ്യണമെന്നാണ് ഖുറാൻ പറയുന്നത്? നമുക്ക് നോക്കാം. നീ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതൽ നിരന്തരമായി പറയുന്നതാണോ ഖുറാനിലെ 9:29 നോക്കുകയെന്ന്? ഉസ്താദ് ഒരർത്ഥം പറയുന്നില്ല എന്നാ പറഞ്ഞളഞ്ഞേക്കാം. എന്തായാലും ഖാതിലുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിരി വലാ യുഹർരിമൂന മാ ഹറമല്ലാഹ് എന്ന് തുടങ്ങുന്നതാണ് ആയത്ത്. സൂറത്ത് തൗബയിലെ 29ാമത്തെ ആയത്ത്. എന്തായാലും നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. എന്തായാലും കേട്ടു നോക്ക്. നൽകിയിരിക്കുന്ന ചിത്രം 3,29,052.jpg. വിശുദ്ധ ഖുർആനിലെ അത്തൗബ അധ്യായത്തിലെ 29ാം സൂക്തമാണ്. പകൽ 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ്. ഈ വചനത്തെക്കുറിച്ചുള്ള വിശദീകരണം താഴെ നൽകുന്നു. ഈ സൂക്തം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തെയും ഭരണപരമായ തീരുമാനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ചരിത്രപരമായ പശ്ചാത്തലം. ഈ സൂക്തം അവതരിച്ചത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ദൂതനെ റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലുള്ളവർ വധിച്ചതും മുസ്ലിംകൾക്കെതിരെ ആക്രമണം നടത്താൻ അവർ തയ്യാറെടുപ്പുകൾ നടത്തിയതുമാണ് ഈ സംഘർഷത്തിന് കാരണമായതെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ സൂക്തത്തിൽ പരാമർശിച്ചിരിക്കുന്ന വേദം നൽകപ്പെട്ടവർ, അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത് യഹൂദരെയും ക്രിസ്ത്യാനികളെയുമാണ്. എല്ലാവരോടും പൊതുവെ യുദ്ധം ചെയ്യാനല്ല, മറിച്ച് മുസ്ലിം ഭരണകൂടത്തിന് നേരെയോ അവിടുത്തെ സമാധാനത്തിനോ ഭീഷണിയായവരോട് പ്രതികരിക്കാനാണ് ഇത് നിർദ്ദേശിക്കുന്നത്. ജിസ്യ എന്ന സങ്കല്പം അവർ കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം ജിസ്യ കൊടുക്കുന്നത് വരെ എന്ന് ഈ സൂക്തത്തിൽ കാണാം. ഇതൊരു സൈനിക നികുതിയാണ്, ടാക്സ്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന അമുസ്ലിം പൗരന്മാർക്ക് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാകാൻ നൽകിയിരുന്ന നികുതിയാണിത്. ഇതിനു പകരമായി അവരുടെ ജീവനും സ്വത്തിനും വിശ്വാസത്തിനും ഭരണകൂടം സംരക്ഷണം നൽകിയിരുന്നു. യുദ്ധം ചെയ്യുക എന്നതിന്റെ അർത്ഥം. ഈ സൂക്തത്തിലെ യുദ്ധം ചെയ്യുക എന്നത് വിവേചനരഹിതമായ ഒരു കൊലപാതക കൽപ്പനയല്ല, മറിച്ച് രാഷ്ട്രത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും ഭീഷണിപ്പെടുത്തുന്നവരോടുള്ള ഒരു ഭരണകൂടത്തിന്റെ പ്രതിരോധ നടപടിയാണ്. നികുതി, ജിസ്യ നൽകി സമാധാനപരമായ സഹവർത്തിത്വത്തിന് തയ്യാറാകുന്നവർക്ക് യാതൊരുവിധ ഉപദ്രവവും പാടില്ല എന്ന് പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കത്തിൽ, മതം സ്വീകരിക്കാത്തവരെല്ലാം ശത്രുക്കളാണെന്നോ അവരെ കൊന്നുകളയണമെന്നോ ഉള്ളതല്ല ഈ വചനത്തിന്റെ അർത്ഥം. മറിച്ച് മുസ്ലിം ഭരണകൂടത്തോടുള്ള രാഷ്ട്രീയപരമായ വെല്ലുവിളികളും ആക്രമണങ്ങളും നേരിടുന്നതിനും ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ പാലിക്കാത്തവരോട് പെരുമാറേണ്ട രീതിയുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കാണ്? ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഉദ്ധരണി പറയുമ്പോൾ, ഒരാൾ പറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. ഉദാഹരണം പറഞ്ഞുതരാം. നിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടുന്ന ഒരു നിരീക്ഷകനായ ഒരാൾ പറയുകയാണ് ആരിഫ് ഹുസൈൻ പൊട്ടനാണ് എന്ന് കരുതി ആരിഫ് ഹുസൈൻ ബുദ്ധിയില്ലാത്തവനോ കഴിവില്ലാത്തവനോ ആണെന്നാണോ? അല്ല. നിലവിൽ ചെയ്യുന്ന വീഡിയോകളുടെ മണ്ടത്തരം കണ്ടുകൊണ്ട് അയാൾ ആ സമയത്ത് വിലയിരുത്തിയതാണ്. എല്ലായ്പ്പോഴും ആരിഫ് ഹുസൈൻ പൊട്ടനാണ് എന്നതിൻ്റെ അർത്ഥം വരുന്നില്ലല്ലോ. അതാ പറഞ്ഞ സാഹചര്യം, സന്ദർഭം, ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, അതിൻ്റെ ആശയം എന്ത്, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പോൾ 9:29 പ്രശ്നം കഴിഞ്ഞില്ലേ? സൂറത്ത് തൗബയിൽ എന്താ പറഞ്ഞേക്കുന്നത്? ജിസിയ എന്താണ്, യുദ്ധം എന്താണ്, ഏതാണ് പശ്ചാത്തലം, എവിടെയാണ്, ആര് തുടങ്ങി വെച്ചു, യുദ്ധത്തിനുള്ള കാരണം എന്നുവരെ ജെമിനി പറഞ്ഞു. ഇനി ജെമിനി സുന്നത്ത് കഴിക്കാൻ പറ്റൂലല്ലേ? അപ്പോൾ എന്തായാലും ജെമിനി മുസ്ലിമായിട്ട് പരിഗണിച്ചിരിക്കുന്നു. അപ്പം സലാം.